രണ്ട് കർപ്പൂരം മതി വാസ്തുദോഷം എല്ലാം അകലും. എല്ലാവർക്കും സ്വീകാര്യമായ സുഗന്ധമുള്ളതും ജ്വലന സ്വഭാവമുള്ളതുമായ വസ്തുവാണ് കർപ്പൂരം. ഈശ്വരാരാധന വേളകളിൽ ഉപയോഗിക്കുന്ന പൂജാദ്രവ്യങ്ങളിൽ പ്രധാന കൂടിയാണ് കർപ്പൂരം. ദൈവാരാധനയുടെ അവസാനം കർപ്പൂരം കത്തിച്ച് ആരതി ഒഴിയുന്നതും ആ കർപ്പൂര ദീപത്തെ ഇരു കൈകളാൽ വണങ്ങുന്നതും ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ്. ഇങ്ങനെ ചെയ്യുന്നതിന് പിന്നിലുള്ള തത്വവും മഹത്വവും വളരെ വലുതാണെന്ന് ആചാര്യന്മാർ പറയുന്നു. കത്തിയ ശേഷം ഒന്നും അവശേഷിക്കാതെ വസ്തുവാണ് കർപ്പൂരം. അതേപോലെ മനുഷ്യരുടെ ഉള്ളിലുള്ള അഹന്തയെ ഇല്ലാതാക്കുന്നതിന് പ്രതീക്ഷമാണ് കർപ്പൂരം കത്തിക്കുന്നത് വിശ്വാസം. സന്ധ്യാനേരങ്ങളിൽ വീടുകളിൽ നിലവിളക്ക് തെളിയിച്ച ശേഷം കർപ്പൂര ദീപം തെളിയുന്നത് അത്യുത്തമെന്ന് ആചാര്യമത്തം. കർപ്പൂര ദീപം തൊട്ടു വണങ്ങുമ്പോൾ മനസ്സിലെ മാലിന്യങ്ങൾ നീങ്ങുന്നതിനോടൊപ്പം ശരീരശുദ്ധിയും കൈവരുമെന്ന് വിശ്വസിച്ചു പോരുന്നു. കർപ്പൂരം കത്തുമ്പോഴുള്ള സുഗന്ധം വീടിനുള്ളിലെ അന്തരീക്ഷ വായുവിനെ ശുദ്ധീകരിക്കുകയും മനുഷ്യരീതിയിൽ അനുകൂല ഊർജ്ജം നിറയ്ക്കുകയും ചെയ്യും. ശുഭചിന്തകൾ വളരുവാൻ ഈ ഊർജ്ജം സഹായകരമായേക്കാം. കൂടുതലറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക.